ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. അതായത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, സ്വീറ്റ് ഡിഷ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നും എങ്ങനെ ചെയ്യാം. ഇവിടെ 1 കിലോ ബീട്രൂട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ ഫാറ്റ് ക്രീം മിൽക്കാണ്, അത് ഞാൻ 1 ലിറ്റർ അത് ഒന്ന് കുറുക്കിയിട്ട് ഒരു 600 ml ആക്കിയിട്ട് അത് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്, ബദാം കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിങ്ങ, ഞാൻ ഉണക്കമുന്തിരിങ്ങ ഇതേമാതിരിയാണ്, അത് കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മളുടെ കശുവണ്ടി ഞാൻ ഇപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം ഞാനൊരു കടായിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നമ്മൾക്ക് ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് ആ നെയ്യിലൊന്ന് വഴറ്റിയിടുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്താ ഇപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുറച്ചൊരു അതിൻ്റെ ആ പച്ച ഇതെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറുക്കി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ലിറ്റർ പാലായിരുന്നു. അപ്പോൾ അത് ഞാനൊന്നത് കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് ക്രീം മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളതും. അപ്പോൾ കുറച്ച് തിക്കായി കാണുമല്ലോ നമ്മൾക്ക്. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ബീട്രൂട്ട് കിടന്നിട്ട് ആ പാലെല്ലാം നമ്മളുടെ അത് ബീട്രൂട്ടുമായിട്ട് വെന്ത് അതൊന്ന് തിക്കായിട്ട് വരണം. അതായത് പാലെല്ലാം അതെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ നമ്മൾക്ക് നന്നായി കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഹൽവ എന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യ് കുറച്ച് വേണമല്ലോ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കാണും. അപ്പം ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ പകുതി പഞ്ചസാര, അതായത് നമ്മൾ 1 കപ്പ് എടുത്തതിൽ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. കാരണം ബീട്രൂട്ടിന് അത്യാവശ്യം ഒരു മധുരമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തത്. നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയെല്ലാം ഉരുകി അതിൻ്റെയും കുറച്ച് വെള്ളം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ 1/4 കപ്പ് കൂടി ചേർക്കുക. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 3/4 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് ആയി വന്നത് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് നമ്മളുടെ കടായിൽ നിന്ന് അത് വിട്ടു വരണം, അതാണ് ആ ഒരു പരുവം വരെ. അപ്പം ഞാൻ അതിൽ കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ പഞ്ചസാര ചേർത്തല്ലോ, അപ്പോൾ അത് ഉരുകി വന്ന വെള്ളമൊക്കെ ഉണ്ട് കുറച്ച്. അതിലേക്ക് ഞാനിനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 6 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പഞ്ചസാരയെല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, ഉരുകി അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും നന്നായി വെന്ത് നല്ല ഒരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ബദാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കസ്കസ് വേണേലും ഇപ്പം ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനത് നമ്മളുടെ എന്താ പറയുക ലാസ്റ്റിലേ ഞാൻ ചേർക്കണുള്ളൂ അത്. അപ്പം ഇപ്പം ഇത്രയും ഞാൻ ചേർത്തിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബീട്രൂട്ട് ഹലുവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ബൗളിൽ ഞാനത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെയ്യെല്ലാം തടവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബീട്രൂട്ട് ഹലുവയുടെ ഇത് നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാ ഞാനിവിടെ അതിൽ നെയ്യെല്ലാം തടവിയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നമ്മൾക്ക് തണുക്കാൻ വരണം. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കശുവണ്ടി ബാക്കിയുണ്ടായിരുന്ന കശുവണ്ടി, ബദാം, പിന്നെ നമ്മളുടെ മുന്തിരിങ്ങ ബാക്കിയുണ്ടായിരുന്നത്, അപ്പോൾ അതെല്ലാം ഞാൻ ചേർത്തിട്ട് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. നമ്മളുടെ എന്താ പറയുക നട്ട്സോ അങ്ങനെ എന്തുണ്ടല്ലോ, എന്താ പറയുക നമ്മളുടെ കശുവണ്ടി പരിപ്പ് കൂടാതെ നമ്മൾക്ക് കപ്പലണ്ടി അങ്ങനെ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇപ്പം ഇത്രയാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റിലാണിപ്പോൾ കസ്കസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതോടെ ചേർത്ത് കൊടുക്കാം. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നമ്മളുടെ മറ്റേ ഇത് എന്താ പറയുക മുന്തിരിങ്ങയും കശുവണ്ടി ബദാം അങ്ങനെയൊക്കെ ചേർത്താൽ മാത്രം മതി. ഞാനങ്ങനെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. കസ്കസ്ഡ് ഉണ്ടാവും. ഇപ്പോൾ അതാ മുകളിൽ വൈറ്റ് കളറും താഴെ ബീട്രൂട്ട് ആ കളറുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുത്ത് എൻ്റെ ശരിക്കും തണുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടി. അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മളുടെ സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് പിന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് അത് സ്ക്വയർ പീസസ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാനിതങ്ങ് വെക്കാൻ വിട്ടുപോയി, അപ്പം അതുകൊണ്ടാണ് അതങ്ങ് കുറച്ച് ഇതായിട്ട് വന്ന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.